താങ്ക് യു. എക്സൈറ്റഡ് ആണ് അല്ലേ? നല്ലൊരു വരവേൽപ്പായിരുന്നു. എന്തായാലും സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ നിൽക്കാൻ സാധിച്ചത്. ഇത്രയും കാലത്തോളം ഈ ഒരു അവസരത്തിലൂടെ മുന്നോട്ട് പോകാനും ഇത് ഏറ്റെടുത്ത് ചെയ്യാനും ഒരുപാട് ആളുകളിൽ എത്തിക്കാനും ഒക്കെ എന്നെ പ്രാപ്തമാക്കിയ ദൈവം തമ്പുരാൻ ആദ്യമായി ശ്രദ്ധിക്കുന്നു. സോ എന്നെ പരിചയപ്പെടുത്താം. myself today belongs to God. ബൈ പ്രൊഫഷൻ പറയത്തക്ക രീതിയിൽ ഒരു ജോലിയോ കൂലിയോ ഉണ്ടായിരുന്നില്ല. ഒരു നോർമൽ അധ്യാപകനായിരിക്കും. എന്റെ അധ്യാപക ഫീൽഡിൽ കയറുന്ന സമയത്ത് എന്റെ ഗുരുനാഥനും ഇന്നീയൊരു ബിസിനസ് എന്റെ മെന്റർഷിപ്പിൽ നിൽക്കുന്ന എന്റെ മെന്ററും അതേസമയത്ത് എന്റെ ജ്യേഷ്ഠ സഹോദരൻ തുല്യ ഞാൻ കാണുന്ന ഈ ഒരു കമ്പനിയിലെ ബ്രാൻഡ് ന്യൂ നാഷണൽ ടീം കോർഡിനേറ്റർ മിസ്റ്റർ ഇസ്മായിൽ സാറാണ് ഈ അവസരം. സോ എന്റെ ഗുരുനാഥനെ കൊണ്ട് ഞാൻ കേട്ട സമയത്ത് പൂർണ്ണ വിശ്വാസം ഏറ്റെടുത്തു. കാരണം ഒരിക്കലും ഒരു ഗുരുതരത്തോളം കാണുന്ന ഒരു വ്യക്തിയിലും ഒരു വ്യക്തിയും ഉണ്ടാവില്ല. ചതിക്കുയിലേക്ക് കൊണ്ടുപോയി എത്തിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കേട്ട പാടെ തന്നെയാണ് ഇത് ഏറ്റെടുത്തു, ചെയ്തു. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാവരെയും പേരിട്ട് പറയുന്ന എല്ലാ ലീഡേഴ്സിനെയും ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ എന്റെ ലവ്ലിങ്സ് നിരവധി ലീഡേഴ്സ് ഉണ്ട്. എന്നെ നോൺ സപ്പോർട്ട് ചെയ്ത നിരവധി ലീഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്റെ ടീം മെമ്പേഴ്സ്, ഞാൻ പേരെടുത്ത് ടൈഗേഴ്സ് ഓഫ് ലീഡേഴ്സ് വിളിക്കുന്ന എന്റെ ടീം മെമ്പേഴ്സിനെ ഞാൻ വളരെ ഹൃദയപൂർവ്വമായിട്ട് നോക്കിയാണ് അവർക്ക് ഹൃദയത്തിന്റെ അടുത്ത് നന്ദി അർപ്പിക്കുന്നത്. അവരാണ് എന്നെ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചത്. സോ വളരെ പ്രൗഡാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കൊതിച്ചിരുന്ന സംഭവം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ ഒപ്പം GTS പങ്കെടുത്തു. ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ച ഒരു പൊസിഷൻ ആയിരുന്നു. കാരണം ഏതെങ്കിലും ഒരു ദിവസം എനിക്കും ഉണ്ടാകും നല്ല കാലം എന്ന് ആഗ്രഹിച്ചിരുന്നു. ഇവിടെയൊക്കെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് ദൈവം ദൈവങ്ങളുടെ ആവേണ്ടി വരും. അതും മേഘാലിച്ചാൽ ആകുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം എന്നെ അതിലേക്ക് പ്രാപ്തമാക്കുന്ന ലീഡേഴ്സ് അതിനപ്പുറം സ്വപ്നം കണ്ട ആളുകളാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അവർ പോയ പാതയിലൂടെ നമ്മൾ പോയി കൊടുത്താൽ ഏത് അറ്റം വരെ പോകാനുള്ള എഞ്ചിൻ ഓയിൽ അവർ തന്നിട്ടുണ്ട്. അത് വേണ്ട ഒരു കൃത്യമായുള്ള സപ്പോർട്ടിങ്ങും ഒരു ഗ്രൗണ്ട് സപ്പോർട്ടിങ്ങും ബീച്ച് സപ്പോർട്ടിങ്ങും ഒക്കെ കിട്ടുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നമ്മൾ പറയുന്നത് എന്റെ ചെറിയ എക്സ്പീരിയൻസ് ആണ്. കാരണം ഇത് വലിയൊരു വേദിയാണ്. ഒരുപാട് ITs ലീഡേഴ്സും GTS ലീഡേഴ്സും നാഷണൽ ടീമുകളുണ്ട്. ഒക്കെ എനിക്ക് സംസാരിക്കാറുണ്ട്. പക്ഷെ എനിക്ക് തന്ന സമയം മിക്കവാറും 2-3 മിനിറ്റ് കഴിയുമ്പോൾ മ്യൂസിയം കാണാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും പറയുന്നത് കുറച്ച് ഞാൻ അവിടെ സംസാരിക്കാൻ എന്റെ സ്റ്റാർട്ടിംഗ് ടൈം ഗവൺമെന്റ് ഞങ്ങൾ ജോലി ആവശ്യാർത്ഥമാണ് ഞാൻ ഇസ്മാൽ സാറെ കോൺടാക്ട് ചെയ്യുന്നത്. ആ സമയത്ത് എന്റെ ഒരു ടീച്ചിങ് കറിയിലേക്ക് എനിക്ക് എന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ എനിക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വിളിച്ചതായിരുന്നു. ഒരിക്കലും നിങ്ങളെ പോലെ ഒരുപാട് ആളുകളല്ലേ വിളിച്ചിട്ടുണ്ട്. ആദ്യമായി വന്ന ആളുകൾ ഓക്കെ നിങ്ങളെ പോലെ ഒരിക്കലും ഒരു അവസരം പ്രതീക്ഷിച്ച് പോയതല്ല. എനിക്ക് അദ്ദേഹത്തെ കാണാം. കാരണം അപ്പോയിന്റ്മെന്റ് എടുത്തു. ഇന്ന് വന്നാൽ എന്നെ കാണാൻ പറ്റും. നാളെ ഞാൻ UP-യിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് എന്നെ വന്നാൽ കാണാൻ പറ്റും. ഞാൻ ചോദിച്ചോടെ വന്നാൽ കാണാൻ പറ്റും. ചോദിച്ച സമയത്ത് കോഴിക്കോട് നടന്ന എന്ന് പറയുന്ന ഓഡിറ്റോറിയം അവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും ഇന്നത്തെ പ്രോഗ്രാം ഹോളൊന്നും പ്രതീക്ഷിച്ചു പോയില്ല. അവരെ കാണാമെന്നുള്ള പ്രതീക്ഷയോട് കൂടി പോയതായിരുന്നു. അവിടെ പോയ സമയത്ത് വലിയൊരു ഹോളുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ തീ കൊടുത്തിരിക്കുന്നുണ്ട്. വാതിലിന്റെ ഫോട്ടോഷൂട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. അവർ ജസ്റ്റ് എന്റെ കയ്യിലേക്ക് എന്ത് ചെയ്തു, ക്യാഷിന് വേണ്ടി കൈ നീട്ട സമയത്ത് ഞാൻ പറഞ്ഞു എന്റെ കയ്യിലൊന്നും ഇല്ല. കാരണം ഞാൻ ഇവിടുന്ന് പോകുന്നത് കടം വാങ്ങി 150 രൂപയുമായിട്ടാണ് കോഴിക്കോടേക്ക് പോകുന്നത്. അവിടെ പോയ കാരണം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആദ്യമായിട്ട് കോഴിക്കോടെന്ന് കാരണത്താല് എന്റെ ഓട്ടോറിക്ഷ എന്ത് ചെയ്തു 1.5 കിലോമീറ്റർ ദൂരം മാക്സിമം കറക്കി അവിടെ കൊണ്ടുപോയി വിട്ടു. എന്റെ കയ്യിലെ ക്യാഷ് വന്നു കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് അവിടെ എൻട്രി പേ ചെയ്യാൻ 20 രൂപ പോലും കയ്യിലുണ്ടായിരുന്നില്ല. ഞാൻ സാറിനെ വിളിച്ചു, ഫോണിൽ വിളിച്ചു, കണക്ട് ചെയ്തു. സാർ ഒന്ന് ഇന്റർവ്യൂ കൊടുത്തു. അവിടെ ഉള്ളിലേക്ക് കയറ്റിയിരുത്തി എന്നെ മുമ്പിൽ കൊണ്ടുപോയ സമയത്ത് ഓർമ്മയുണ്ടായിരുന്നു ബൈജു സാർ അല്ലെ, നമ്മൾ നാഷണൽ ടീം പോയിട്ടുണ്ട്. സാറിന് അവിടുത്തെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്തിരുന്നത്. അവിടെ ഒരുപാട് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നു. ഞാനത് സഹിച്ച് ക്ഷമയോട് കൂടി ഇരുന്നു. കാരണം എനിക്കിതല്ല വേണ്ടത്, എനിക്ക് ആരെ കാണണം, സ്മാർട്ട് സാറെ കാണണം. സോ അതിനുശേഷം എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു എവിടെയാണ് പുതിയ വേക്കൻസി ഉള്ളത്, എവിടെയാണ് ജോലിക്ക് കയറേണ്ടത് ചോദിച്ചു. അപ്പൊ ആ സമയത്ത് മുമ്പിലേക്ക് അപ്ലിക്കേഷൻ ഫോം നീക്കി പറഞ്ഞു ഇവിടെ എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ 5 പൈസ ഇല്ല, എനിക്ക് വെറുതെ എന്ത് ചെയ്യണം അവസരം തരണ്ട. കാരണം എന്റെ കയ്യിൽ പോകാൻ പോലും വണ്ടിക്കൂലില്ല. വെറുതെ പോലും പണം തരണം, തിരിച്ചെന്ത് ചെയ്യണം, വീട്ടിലേക്ക് പോകണം. ഞാൻ അന്ന് ഈ ഒരു അവസരം കേട്ട സമയത്ത് എനിക്കിതൊന്നും വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ഗുരുനാഥൻ ഒരു വ്യക്തി ഒരു ശിഷ്യന് കൊടുത്ത ഒരു വാക്ക് അതിന് ഏത് അറ്റം വരെ ആ ഗുരുനാഥൻ ഒപ്പം ഉണ്ടാകുന്നുള്ള വിശ്വാസമാണ് അതുകൊണ്ട്. പക്ഷെ പല കോളുകളും ഇത് പല ആളുകൾ ചെയ്യുന്നത് പോലെ സ്റ്റാർട്ടിംഗ് ടൈമിലൊക്കെ റിജക്ട് ചെയ്യുന്ന അറിയില്ല, പക്ഷെ എന്തായില്ല റിസീവ് ചെയ്തത്. കാരണം നുണ പറയാൻ എന്നോട് കഴിയില്ല. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്തു, ഇത് കാണാൻ പറ്റി അഭിനയിച്ചു. കാരണം പോകാൻ മടിയുണ്ടായത് കൊണ്ടോ ഒരു പ്രോഗ്രാം കേൾക്കാൻ മടിയുണ്ടായത് കൊണ്ടല്ല, അവിടെ പോകാൻ എന്തില്ല
ഫസ്റ്റ് എന്റെ കയ്യിൽ അന്ന് മാത്രം ക്യാഷ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോഴിക്കോട് മാക്സിമം നീ റിജക്ട് ചെയ്തു. പക്ഷെ എന്ത് വില കൊടുത്തു പിന്നീട് ഒരുപാട് പ്രോഗ്രാം ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഏതറ്റം വരെ എത്തുന്നുണ്ടെങ്കിലും വലിയ ഒരു നോളജ്, ഇതിനെ കുറിച്ച് ഡെപ്ത് നോളജ് വേണം. അതിന് എല്ലാ വിധത്തിലും നിങ്ങൾ എവിടെ പ്രോഗ്രാം വെച്ചാൽ അവിടെ എന്ത് ചെയ്യാം, നിങ്ങളൊരു വ്യക്തിയായിട്ട് അവിടെ പോകണം. നിങ്ങൾ പോകുന്ന സമയത്ത് ഒരുപാട് നിങ്ങൾ സ്വന്തമായി പോകുമ്പോൾ ഒരു ദിവസം നിങ്ങൾ കൂടെ ഉണ്ടാവും, ഒരു പടയിൽ നിങ്ങൾ കൂടെ ഉണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട്, സ്റ്റാർട്ടിംഗ് ടൈമിൽ 6 മാസത്തോളം മഞ്ചേരി സിറ്റി പോയിന്റ് ഹോളിലേക്ക് ഞാനും എന്റെ കൂടെ 1-2 ഡിസ്ട്രിബ്യൂട്ടർമാർ മാത്രം പോയിട്ടുണ്ട്. അന്നൊക്കെ സുരേഷാറിന്റെ എനിക്ക് കൂടുതൽ പരിചയമുള്ള സമയത്ത് സാർ ഒരുപാട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്തൊക്കെ ഓർമ്മയുണ്ട്, ആരും കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകളെ വണ്ടി വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയിരുന്നു. പക്ഷെ അവരാരും കൂടെ വന്നിരുന്നില്ല. പക്ഷെ അന്നും ഈ സ്വന്തം വണ്ടിയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം തീരും സിറ്റി പോയിന്റിലേക്ക് പോകും. അങ്ങനെ തുടങ്ങിയ ഒരു പലായനം ഇന്ന് ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നത്, ഏതൊരു വ്യക്തിക്കും തീരുമാനമെടുത്താൽ ആരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരുപാട് ആളുകളിലേക്ക് അവസരം എത്തിച്ചു. അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന കാരണമുണ്ട്. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺ ആയിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് അല്ലെ, നമ്മൾ കടുവയോ അല്ലെങ്കിൽ പുലിയൊക്കെ ജസ്റ്റ് ഒന്ന് ബാക്ക്വേർഡ് കാലം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരു പൊതിച്ചാട്ടത്തിനുള്ള ഒരു പുറപ്പാടാണ്. അതിന്റെ ഒരു വിശ്വാസമായിരുന്നു. അതേ സമയത്ത് ഖുർആനിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സൂക്തം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. മാ വദ്ദഅക റബ്ബുക വമാ ഖല, വദ്ദുഹാ തുടങ്ങുന്ന ആയത്ത് അവിടെ എത്തുന്നത് മാ വദ്ദഅക റബ്ബുക വമാ ഖല, നിന്റെ റബ്ബ് നിന്നെ വെടിഞ്ഞിട്ട് നിന്നെ ഒഴിവാക്കിയിട്ടില്ല. വൽ ആഖിറതു ഖൈറുൻ ലക മിൻ ഊല, നിനക്ക് മുമ്പ് കഴിഞ്ഞ എല്ലാ സൗഭാഗ്യങ്ങളെക്കാളും വലിയ ഒരു സൗഭാഗ്യം ഇനി വരാനുണ്ട്. ഈ പ്രതീക്ഷിക്കുക. നിനക്കത് തരും. തൃപ്തിപ്പെടുന്നത് ആ ഒരു പൂർണ്ണ സൂക്തം എനിക്ക് ഉറപ്പായത്. ഏതൊരു പ്രയാസത്തോടു കൂടിയും ഒരു എളുപ്പമുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി വീണ്ടും ഞാൻ ഒന്നേ തുടങ്ങി. ഇന്ന് 2 വർഷം കൊണ്ട് 1 കോടിയിലേറെ ബിസിനസ് ഉണ്ടാക്കി ആർട്ടിസ്റ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇന്ന് ടോട്ടൽ ഏകദേശം 5 കോടി ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്താണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് ഏതൊരു വ്യക്തിക്കും ഇതുപോലെ ചക്രത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റും. കാരണം അവസരം സൂപ്പർ. അന്നത്തെ വളരെ പ്രസക്തമായ ഇതൊരു എന്താ പറയാ, നല്ല വ്യക്തമായിട്ട് നമ്മുടെ പ്രദീപ് സാർ പറഞ്ഞു, ഈ അവസരത്തെ കുറിച്ച് പറഞ്ഞു. പൊതുവായ ആൾക്കാർ നിങ്ങൾ ഭാഗ്യം ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ ഇതിലൂടെ എത്തിയിട്ടുണ്ട്. നിങ്ങളെ പോലത്തെ ഒരുപാട് ആളുകളെ ഇന്ന് ആരൊക്കെയോ വിളിച്ചിട്ട് അവർക്ക് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ദൈവം അവസരം കാണിച്ചു. നാം പാതി ദൈവം പാതി എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ബാധ്യത ഇന്ന് ആരെ ബാധ്യതയാണ്? നമ്മുടെ ബാധ്യത. ഹിന്ദുമാൻ പറഞ്ഞ പോലെ അതും കൂടി ആരും കൊടുക്കാൻ നിൽക്കരുത്, ദൈവത്തിന് കൊടുക്കാൻ നിൽക്കരുത്. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അതിനുള്ള കഴിവും പ്രാപ്തിയും ഓർമ്മയുണ്ട്. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കണ്ട വ്യക്തിയാണ് മുഹമ്മദ് അൻഷാൻ കണ്ണുമാരൻ പയ്യൻ അല്ലേ. അദ്ദേഹത്തിന് 99.5 എന്റെ ഓർമ്മ ശൈലി ഹാൻഡിക്യാപ്ഡാണ് അല്ലെ. നമുക്ക് കൈകാലുകളുണ്ട്, ഓർമ്മയുണ്ട്, ബുദ്ധിയുണ്ട്, നാവുണ്ട്, സംസാരിക്കാനുണ്ട്, എല്ലാവിധ യന്ത്രങ്ങളും അല്ലെ നമ്മുടെ ശരീരത്തിലുണ്ട്. എന്നിട്ടും നമ്മൾ നേരിട്ട് ചെയ്യുന്നില്ല. ആരെ പ്രശ്നം മാത്രമാണ് നമ്മുടെ പ്രശ്നം? അവസരം ദൈവം തരും. നിങ്ങളുടെ കഷ്ടപ്പാടിന്, നിങ്ങളുടെ കണ്ണീരിന് ഒരു മറുപടി ആയിട്ട് ദൈവത്തിന് അവസരമായിട്ട് മൈലേജിനെ കാണാൻ തീരാറിൽ വരുന്ന 2-5 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് MILF കമ്പനിക്ക് അതിന് പ്രാപ്തിയുണ്ട്, അതിന് ധൈര്യമുണ്ട്. നിങ്ങളെ കൂടെ മാനേജ്മെന്റ് വരികയാണ്. ആൻഡ് ഫൈനലി ഒരു കാര്യം കൂടി പറഞ്ഞു, എന്നെ ഏറ്റവും കൂടുതൽ ഈ ബിസിനസ്സിൽ അടിയുറച്ച് നിർത്താൻ കാരണമായ RTT പ്രോഗ്രാമുകളാണ്, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം. അതായത് നിങ്ങൾ ലീഡേഴ്സിൽ നടത്തുന്ന പ്രോഗ്രാമുകളാണ് അല്ലെ. 1-2 ദിവസം സ്റ്റേ ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രോഗ്രാം. നമുക്ക് അറിയാൻ പറ്റും, ഒരു വ്യക്തിയുടെ ബ്രെയിന് 24 hours കേട്ട ആളുകളൊക്കെ 24 മണിക്കൂർ നിങ്ങൾ കേട്ട കാരണം നാളെ ചെയ്യും വാഷ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ. അത് കാരണങ്ങളുണ്ട്. നമ്മൾ പോയി ആരോടെങ്കിലും പറയുന്ന സമയത്ത് നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ കട്ട നെഗറ്റീവാണ്. അവർ സ്വാഭാവികമായിട്ട് നിങ്ങൾ എതിർക്കാൻ മാത്രമേ നിങ്ങളെ കൂടെ, നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, ഞാൻ വന്ന സമയത്ത് 3 മാസത്തോളം എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് വീട്ടുപണി കയറുന്ന സമയത്ത് മാക്സിമം എല്ലാവരും കിടന്നു ഉറപ്പിച്ചാൽ വീട്ടിൽ കയറുന്നു. കാരണം ഇത് സ്റ്റാർട്ടിംഗ് വലിയ വരുമാനമൊന്നും കിട്ടത്തില്ല. ആ സമയത്ത് വീട്ടിൽ കയറുന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ഒരു ശാഖ ഞാൻ കേട്ടിരുന്നു. എന്താണ് അല്ലെ, രാവിലെ പോയതാണ് വേഗം, പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ല. ഇത് കേട്ട ഓർമ്മയുണ്ട്. ഇതുപോലെ പല കാര്യങ്ങളും കേട്ട സമയത്തും എനിക്ക് നെഗറ്റീവ് വരാതിരുന്നത് ഞാൻ പ്രോഗ്രാമുകളൊക്കെ കണ്ടുകൊണ്ട്. കാരണം ഫസ്റ്റ് RTP പങ്കെടുക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നും ക്രസന്റ് റിസോർട്ട് എന്ന് പറയുന്ന നമ്മുടെ സുൽത്താൻ ബത്തേരി റിസോർട്ടിലാണ് ഫസ്റ്റ് RTP. അത് ഞാൻ ഇതിൽ നോർമൽ ചെറിയ റാങ്ക് പോലും എത്തിയിട്ടില്ല. അന്ന് ഒരുപാട് ലീഡേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ വിശിഷ്ട മനോജ് സാറ്, വിനോദ് സാർ, പല ലീഡേഴ്സും ഇന്നിവിടെ ഒരു പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ അൽതാഫ് സാർ പോലത്തെ നിരവധി ലീഡേഴ്സ്, സുരേഷ് സാറ്, റഫീഖ് സാർ, ഒരുപാട് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ മുമ്പിൽ എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് ഒരുപാട് ആൾ സ്റ്റേജിൽ കയറി വലിയ വലിയ റാങ്കുകളൊക്കെ അല്ലെ പ്രൊക്ലെയിം ചെയ്ത സമയത്ത് ഞാൻ DPS റാങ്കിൽ എത്താന്ന് പറഞ്ഞു.
ശരിക്കും നേടിയെടുത്തു. അതിന്റെ പിന്നീട് RTP ചെയ്തു. ആ റാങ്കുമായിട്ടാണ് എത്തിയത്. ഈ RTP പ്രോഗ്രാമിൽ പങ്കെടുത്ത സമയത്ത് നമുക്കുണ്ടാകുന്ന ഇൻസ്പിറേഷൻ ഉണ്ട്. അതേ സമയത്ത് 2 ദിവസം ഒരു നെഗറ്റീവ് ഇല്ല, ഒരേ ദിശയിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കൂടെ നമ്മൾ സഹായിച്ച സമയത്ത് ഒരിക്കൽ നെഗറ്റീവ് അലട്ടില്ല. ഈ ഉറപ്പായിരുന്നു. പിന്നീട് ഓരോ RTPയിലും എനിക്ക് പ്രചോദനം ഏകിയത്. അതിലൂടെ ഒരുപാട് ടീമിനെ ഒരുപാട് ടീമിനെ കൊണ്ടുവന്നു. ഇന്ന് അവരൊക്കെ കൊണ്ട് ഒരു സ്വന്തമായ RTP നടത്താൻ പോകുന്ന കപ്പാസിറ്റിയിലേക്ക് ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് എടുത്ത തീരുമാനമാണ്. കാരണം പറഞ്ഞ ഇന്ന് പുതുതായി ആൾക്കാർ ഇവിടെ നിലവിൽ ഇരിക്കുന്ന ആളുകൾ സങ്കടപ്പെടേണ്ട. ഒരു നോർമൽ റാങ്കിന്റെ ഒരു റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് രാവുകളോളം ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. ഞാൻ TC ആയത് 1 വർഷം കൊണ്ടാണ് ഞാൻ ടീം കോൺടാക്ട് ആയത്. ATS റാങ്കിലേക്ക് 2 മാസം എടുത്തിട്ടുള്ളൂ. DTS റാങ്കിലേക്ക് 2 മാസം, ZTS റാങ്കിലേക്ക് 4 മാസം, STS റാങ്കിലേക്ക് 6 മാസം കഴിഞ്ഞു. 2.5 വർഷം ഞാൻ STS റാങ്കിലാണ്. പക്ഷെ ഇന്ന് 5 വർഷം എടുത്തത് RTC റാങ്കിൽ. എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, വരുന്ന 1-2 വർഷങ്ങളിൽ ഇൻഷാ അല്ലാഹ് അടുത്ത റാങ്കിൽ ഞാനിവിടെ നിങ്ങളോട് നാഷണൽ ടീം ഉണ്ടാകും. ഉറപ്പാണ്. ഒന്നേ ഉള്ളൂ, ഈ കമ്പനി ഉഷാറാണ്, ഇൻകം ബ്രാൻഡ് ഉഷാറാണ്, ടീം ഉഷാറാണ്. ഈ 6 മാത്രം ഉഷാറായ മതി, നമ്മൾ മാത്രം ഉഷാറാണ്. കാരണം ഒരു മനുഷ്യനെ കുറിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് നൽകുന്ന വാക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ പറയുന്നത് അവനാണ്. ആരുമല്ല, ലോകത്ത് ആരെയും ജയിപ്പിക്കുന്നില്ല. ഒരു വ്യക്തിയെ തോൽപ്പിക്കുന്നെങ്കിലും ജയിപ്പിക്കുന്നെങ്കിലും അതിന്റെ പുറകെ പ്രവർത്തിക്കുന്ന ആരാണ്? ആ വ്യക്തിയാണ്. ആ വ്യക്തി തീരുമാനിച്ച ലോകത്തെത്തും മാറ്റിമറിക്കാൻ സാധിക്കും. അതിനെല്ലാവർക്കും സർവശക്തി തുടക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ലീഡേഴ്സിനും, ടീം മെമ്പേഴ്സും, ലവ് ലൈൻസിനും, ഇന്ന് ഈ ഹോളിൽ എനിക്ക് വേണ്ടി കൈകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു.